എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഞാൻ എല്ലായിടത്തും ജീവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ ജീവിതം ഇഷ്ടപ്പെടുന്നത്, അതായത് എവിടെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. 2018 മുതൽ ഞാൻ പ്രവാസിയാണ്, ലിറ്ററലി പ്രവാസിയാണ്. ഐ എം ലിവിങ് ഇൻ GCC കൺട്രി, വൺ ഓഫ് ദി GCC കൺട്രീസ്, സോറി, UAE ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ UAE എമിറേറ്റ്സ് എല്ലാവർക്കും അറിയാലോ, 7 എമിറേറ്റ്സ് ഉണ്ട്. അതിൽ 3 നമുക്ക് എപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാനും ഒക്കെ എളുപ്പമുള്ളതാണ്. അബുദാബി, ദുബായ് ആൻഡ് ഷാർജ. അപ്പം ഞാൻ എപ്പോഴും ഞാൻ ഷാർജയിലും കുറച്ചാൾ ജീവിച്ചിട്ടുണ്ട്, അബുദാബിയിലാണ് ഏറ്റവും കൂടുതൽ. ദുബായിലേക്ക് ജോലി ചെയ്ത് വരികയാണ് ഉണ്ടായിരുന്നത്. കുറേ നാളുകൾ അങ്ങനെയായിരുന്നു അരവിന്ദും. ഞാൻ കുറച്ച് നാൾ ഷാർജയിൽ ജോലി ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഞാൻ ആകെ തുകയായിട്ട് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെയും എന്താ പറയുക, കുറവുകൾ നമ്മൾ ആദ്യം പറയാൻ പാടില്ല, നന്മകളാണ് പറയേണ്ടത്. അപ്പം നന്മകൾ ആദ്യം പറയട്ടെ. ഇവിടെ ജീവിക്കാൻ സേഫാണ്. എന്തൊരു സേഫാണെന്നറിയാവോ? നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ഏത് പാതിരാത്രി വേണമെങ്കിലും നമുക്ക് ഇറങ്ങി നടക്കാം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഭരണാധികാരികൾ ഇവിടുത്തെ ഈ നിയമം കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ അവിടെ അത് സാധിക്കില്ല, കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഒരു ബൈബിളായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇതൊരു രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റേതാണ് ഈ ഒരു രാജ്യം. അവിടെ അങ്ങനെയല്ല, ജനങ്ങളുടേതാണ്, അല്ലേ? ഇറ്റ് ഈസ് സോവറിൻ റിപ്പബ്ലിക്കാണ് നമ്മുടേത്. അപ്പോൾ ഡെമോക്രസിയാണ് അവിടെ കൂടുതലും. ജനങ്ങൾ ഭരിക്കുന്ന സ്ഥലമാണ്, അല്ലേ, നമ്മുടെ ഇന്ത്യ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ സ്ട്രിക്റ്റ് റൂൾസ് പറയാൻ പറ്റില്ല. ഇത് ഇവരുടെ രാജ്യമായതുകൊണ്ട് അവർക്ക് അവരുടെ റൂൾസ് ഉണ്ടാവും. അപ്പോൾ UAE പറ്റി പറയാനാണെങ്കിൽ സേഫ്റ്റി, എത്ര നമുക്ക് പേടിക്കാതെ ജീവിക്കാനും പറ്റുന്ന ഒരു രാജ്യമാണ് UAE. പിന്നെ ഒരു കാര്യം, ഫുഡ് സേഫ്റ്റി. അത് ഭയങ്കരമാണ് കേട്ടോ. കഴിക്കുന്ന ആഹാരങ്ങൾ നമുക്ക് കണ്ണുമടച്ച് കഴിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പോയി അഡൾട്രേഷൻ എന്ന് പറഞ്ഞ സാധനം പറ്റില്ല. അഡൾട്രേഷൻ അറിയാലോ, അഡൾട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിനകത്ത് മായം കലർത്തുക, അത് നടക്കില്ല അവിടെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിവരം അറിയും. കുറേ നാൾ കാരാഗൃഹത്തിലും കിടക്കാം, ഹ്യൂജ് ഇതും വരും, എന്താ പറയണേ, ഫൈനും വരും. സോ ആരും അതിന് മുതിരാറില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. പിന്നെ അങ്ങനെയൊക്കെ വളരെ ചുരുക്കം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അവർ നന്നായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാവിധ മെക്കാനിസംസും ഈ രാജ്യത്തുള്ള രാജാക്കന്മാർ അവർ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ല ഭരണാധികാരികളുടെ ഒരു ഗുണമാണ്. പിന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് മണി, ദേ ഹാവ് വെൽത്തി. ഇത്രയും ജനങ്ങളില്ല ഇവിടെ. ഇപ്പം നമ്മളൊക്കെ വന്ന് ഇവിടെ താമസിക്കുന്നവർക്കും ഈ കാണുന്ന ഫെസിലിറ്റീസൊക്കെ അവർ ഒരുക്കുന്നതല്ലേ. ക്ലീൻ റോഡ്സ്, ഒരു കാക്കയെ കാണാനില്ല അത് കാരണം. ഇപ്പം ഇനി കാക്ക നൊസ്റ്റാൾജിയാണ് ചേച്ചി എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാക്ക ഉണ്ട് കുറച്ച് ദൂരെ, പക്ഷെ നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഇങ്ങനെയുള്ള ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്ന ഐലൻഡ്സ് ഉണ്ടല്ലോ. ഞങ്ങൾ അത്തരത്തിലുള്ളൊരു ഐലൻഡിലാണ് താമസിക്കുന്നത്, റീം ഐലൻഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കാക്ക കാണില്ല, കാരണം ചവറില്ല, അഴുക്കില്ല. നമ്മുടെ നാട്ടിലുള്ള നാട് വേഴ്സസ് ഈ പ്ലേസസ് എന്ന് പറയുമ്പോൾ അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ്. അഴുക്ക്, ഇങ്ങനെയുള്ള കുപ്പയില്ല, ഗാർബേജ് ഇല്ല, മനസ്സിലുമില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലുള്ള ഗാർബേജും നമ്മൾ ക്ലീനാക്കി കളയും. എന്താന്ന് പറയട്ടെ അതിന് ഞാൻ കണ്ടെത്തിയ കാരണം, നമ്മൾ ഈ ചെറിയ ചെറിയ ഫൈറ്റ്സിന് നമുക്ക് നേരം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കുമ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ കാര്യം നോക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. കുട്ടികളുടെ കാര്യം, അവരുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം കഴിഞ്ഞു. അല്ലാതെ കുത്തിയിരുന്നിട്ട് അയൽവക്കത്തെ ആൾക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർക്ക് നേരമില്ല. ജോലിക്ക് പോകുന്നവരുടെ കാര്യമാണ്. വീട്ടിലിരിക്കുന്നവരുടെ കാര്യം പരിതാപകരമാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. രണ്ടിനും പ്രോസ് ആൻഡ് കോൺസും ഉണ്ട്, ഏത് രാജ്യത്തിനായാലും. കാരണം ഇവിടെ അത് രാജ്യക്കാരുടെ കുഴപ്പമല്ല, ഇവിടെ എല്ലാവർക്കും ചിലപ്പോൾ ജോലി കിട്ടിയെന്ന് വരില്ലല്ലോ. നഴ്സസിനും ഡോക്ടേഴ്സിനും, പിന്നെ അല്ലെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിനും ഇഷ്ടം പോലെ ജോലിയുണ്ട്. പിന്നെ IT പ്രൊഫഷണൽസിനൊക്കെ ആണല്ലോ ജോലി അധികം കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അല്ലാതെ പഠിച്ചു വരുന്ന സ്ത്രീകൾക്കൊക്കെ മാക്സിമം BA BEd MA
BEd ഒക്കെ പഠിച്ചവർക്കൊക്കെ ആണെങ്കിൽ ദേ ഗോ ടു ദി സ്കൂൾസ്. അതൊന്നുമില്ലാതെ വീട്ടിൽ ഇരിക്കേണ്ടി വരുന്ന ആളുകളില്ലേ, മക്കളെയൊക്കെ നോക്കിയിട്ട്, അവരുടെ കാര്യം ഒരു ഇത്തിരി പരങ്ങളിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 4 ചുവരുകൾക്കുള്ളിൽ എന്ത് ചെയ്യും എന്നാലോചിച്ചിരുന്ന് പോയി കഴിയുമ്പോൾ ഇപ്പോഴാണെങ്കിൽ പല വിധത്തിലുള്ള വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസും ഉണ്ട്. വീട്ടിൽ വിളിച്ചിട്ട് പിന്നെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഏത് 4 പെണ്ണുങ്ങൾ കൂടി ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരും. അവൾ അങ്ങനെ പറഞ്ഞു. വൈകുന്നേരം ഭർത്താവ് വാതിൽ തുറന്ന് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇതായിരിക്കും പറയണത്, നിങ്ങളുടെ അമ്മയുണ്ടല്ലോ ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങും. ഇത് ഒരു പരിധിവരെ ജോലിക്ക് പോകുന്നവർക്ക് കുറവായിരിക്കും. സോ എല്ലാവരും അങ്ങനെ ആണെന്നില്ല കേട്ടോ. ചിലർ മരുമകളും അമ്മായിയമ്മയൊക്കെ വളരെ ദോസ്തിയായിട്ടുള്ള ആൾക്കാരുമുണ്ട്. പക്ഷേ ഭൂരിഭാഗവും ഞാൻ കാണുന്നത് 90% ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ കുഴപ്പമല്ലല്ലോ, അതുകൊണ്ട് ഞാനത് വിട്ടു. പക്ഷെ പറഞ്ഞതാണ്, ആളുകൾ വന്ന് സെറ്റിൽ ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഒരുപാട് പേർക്ക് വീട് മേടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. ഗോൾഡൻ വിസ കിട്ടും. ഗോൾഡൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് പിന്നെ ദർ ഇസ് അനദർ ഇത് ഓൾസോ, ഇങ്ങനെ എന്തോ പെർമനൻ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും 10 വർഷം പുതുക്കി ഇവിടെ ഇരിക്കാനൊക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുള്ള കുറേ നാച്ചുറൽ ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല. അവിടുത്തെ ഫെസ്റ്റിവൽസ് ഇവിടെ ഇല്ല. അവിടുത്തെ ഫെസ്റ്റിവൽസ് ഇവിടെ നടത്തുന്നുണ്ടെങ്കിലും അത് നടത്തി ഓരോ സംഘടനകളാണ് നടത്തുക, പണം പിരിവ് ചെയ്ത്. അതിനൊരു ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കുന്ന സ്വഭാവമുണ്ട്. അതൊക്കെ പല സമയങ്ങളിലായിരിക്കും. അന്നത്തെ ദിവസം, അന്നത്തെ ഓണത്തിൻ്റെ ദിവസമോ വിഷുവിൻ്റെ ദിവസമൊന്നും ഇവിടെ അവധി കാണില്ല. അപ്പോൾ അവധി നോക്കിയിട്ട് ഒരു ഓണം ആഘോഷിക്കുന്നു, ഓണസദ്യ ഉണ്ടാക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. എന്തിനാന്ന് വെച്ചാൽ അതെങ്കിലും വേണ്ടേ എന്ന് കരുതി അവർ ചെയ്യുന്നുണ്ട്. അത് നടത്തിക്കോട്ടെ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു സ്വാഭാവികമായിട്ടുള്ള മിസ്സിങ് നമുക്ക് വരില്ലേ, ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്നത്. ഇപ്പം തൃശ്ശൂർ പൂരം, അതിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുറേ കാർഡ്ബോർഡ് ആനകളെ നിർത്തിയിട്ട് ചെണ്ട മേളമൊക്കെ നടത്തുമ്പോൾ അതിന് കേൾക്കാം, ഒരു വിഷ്വൽ ഭംഗി, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാകുന്നല്ലാതെ നമ്മൾ ആ പൂരപ്പറമ്പിൽ പോയി നിന്ന് കിട്ടുന്ന ഒരു രസം ഉണ്ടാവില്ലല്ലോ തൃശ്ശൂർക്കാർക്കാണെങ്കിൽ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പൂരം, ഞാൻ TV യിൽ കണ്ടിട്ടേ ഉള്ളൂ. കാരണം ഞാൻ തൃശ്ശൂർക്കാരിയല്ല, അതുകൊണ്ടാണ് ഞാനതിന് പോവാതിരുന്നിട്ടുണ്ടാവുക. പിന്നെ അറിയില്ലേ, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ ഒന്നും അങ്ങനെ പണ്ടത്തെ കാലത്ത് ഇതിനൊന്നും എഴുന്നള്ളിച്ച് കൊണ്ടുപോകില്ല. അച്ഛൻ്റെ ഭാഷ, ഇതിനൊന്നും എഴുന്നള്ളിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, അതൊന്നും ശരിയാവില്ല, തിരക്ക് എന്ന് പറയും. അതുകൊണ്ട് അതിനൊന്നും പോകാറില്ല. പിന്നെ അതെ ശരി. പക്ഷെ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് പോകുന്ന പെൺകുട്ടികളുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ് ഇതൊക്കെ പോയി കാണണമെന്ന്. ഭർത്താവിനെയൊക്കെ വലിച്ചുകൊണ്ട് ആദ്യം പൂരപ്പറമ്പിലാണ് പോയി നിൽക്കുക. അവരുടെ ഒരു സന്തോഷമാണ് അതൊക്കെ. അതൊന്ന്. പിന്നെ ഞാൻ പറയുന്ന ഇറ്റ്സ് ലൈക്ക് മാൻ മെയ്ഡാണ് എല്ലാ സന്തോഷങ്ങളും മാൻ മെയ്ഡാണ് ഇവിടെ. അപ്പോൾ ഇത് അതിൽ കൂടെ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. പക്ഷേ ഫുഡും സേഫ്റ്റിയും ഒക്കെ ഉള്ള സ്ഥലമാകുമ്പോൾ നമ്മൾ വിചാരിക്കും യെസ് ഓഫ് കോഴ്സ് ഇത് മതി. പിന്നെ ഫെസിലിറ്റീസിന് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. ഫുള്ളി എയർ കണ്ടീഷൻഡ് അങ്ങനെയുള്ള വീടുകളാണല്ലോ അധികം. പിന്നെ കുറച്ച് നല്ല കമ്മ്യൂണിറ്റി ചൂസ് ചെയ്യാനും പറ്റും, കുറച്ചുകൂടെ വാടകയൊക്കെ കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ. പക്ഷെ അതിന് നല്ല കാതലായിട്ടുള്ള ഫിനാൻഷ്യലി എക്യുപ്ഡ് ആയിരിക്കണം. വി ഷുഡ് ബി വെരി വെരി എക്യുപ്ഡ് ഫിനാൻഷ്യലി, ബിക്കോസ് everything whatever you pick here, it is money. In exchange of money only you can pick anything. That is not the case in India. അവിടെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു സെമി വില്ലേജ് ആണ് ഇപ്പം എല്ലാം. ഒന്നും ഒരു പട്ടിക്കാടില്ല. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഗാർഡനിങ് ചെയ്യാം. വി ക്യാൻ ഡു സോ മെനി തിങ്സ്. ഇവിടെ വില്ലാസിലൊക്കെ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ദുബായിലൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അതൊക്കെ മൂടിയൊക്കെ വെച്ച് 51 ഡിഗ്രി വരെയൊക്കെ പോകും ഈ സമയത്ത്. നമ്മളുണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ കരിഞ്ഞു പോകും. അതിനൊരുപാട് കെയർ കൊടുക്കണം, എക്സ്ട്രാ എഫേർട്ടാണ് എല്ലാത്തിനും. ഇറ്റ് ഓൾ റിക്വയർസ് മണി. അവിടെ അങ്ങനെയല്ല, പണം കായ്ക്കും അല്ലേ. മണ്ണ് നമുക്ക് പണം തരും എന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് ഇഷ്ടമുള്ളവർ കേട്ടോ, കൃഷി ചെയ്യുന്നവർക്കൊക്കെ അതൊരു നല്ല ഒരു ഇതായിരിക്കും. ജസ്റ്റ് ഗോയിങ് ആൻഡ് സിറ്റിംഗ് ഇൻ ദ സെമി വില്ലേജ് ടൈപ്പ്. ഒരിക്കലും ഒരുപാട് ഉള്ളിലേക്ക് പോയി താമസിക്കരുത്. റിട്ടയർമെൻറ്റ് ടൈമിൽ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയണത്. വാട്ട് എവർ ഫെസിലിറ്റീസ് യു ഹാവ് ഗോട്ട് ഹിയർ ഇൻ ദുബായ് ആൻഡ് അബുദാബി അവിടെ ഇല്ലെങ്കിലും, ഫോറിൻ കൺട്രീസിൽ ഉള്ളത് അവിടെ ഇല്ലെങ്കിലും,
എനിക്ക് അറിയുന്ന സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് രണ്ടെണ്ണം പറഞ്ഞത്. ഇല്ലെങ്കിലും ചിലർക്ക് ആ ആ നാടിൻ്റെ ഒരു നൊസ്റ്റാൾജിയ വേണം എന്നുള്ളവർക്ക് യു ക്യാൻ ഗോ ആൻഡ് ഫൈൻഡ് എ നൈസ് പ്ലേസ് ഓവർ ദെയർ ഓൾസോ. പക്ഷേ ഇവിടെയുള്ള നോൺ ഇൻ്റർഫിയറൻസസും പിന്നെ ഇവിടെയുള്ള ഒരു ഒരു ചട്ടങ്ങൾ പാലിക്കാനുള്ള ആ ഒരു പേടിയും ഒന്നും അവിടെ കാണില്ല ഇന്ത്യയിൽ. നമ്മളുടെ രാജ്യമല്ലേ, നമ്മൾ തോന്നിയ പോലെ നടക്കും. നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ എങ്ങനെയാണോ തോന്നിയ പോലെ നടന്നിരുന്നത് അതേപോലെ തന്നെ നമ്മൾ വേറെ കൺട്രീസിലും പോയി തോന്നിയ പോലെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളെ അവിടെ നിന്ന് ഓടിക്കുന്നത്. അയർലൻഡിൽ കാണിക്കുന്ന കണ്ടില്ലേ ആളുകളൊക്കെ, എന്താണെന്നറിയോ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് വന്ന ആ ജനറേഷനൊക്കെ ഈ നൊസ്റ്റാൾജിയ മൂത്തിട്ട് അവരത് അവിടെ തുടങ്ങും. ദേവിൽ പണം പിരിച്ചിട്ട് നാട്ടിൽ നിന്ന് ചെണ്ടക്കാരെ കൊണ്ടുവരും, അത് കൊണ്ടുവരും, അത് കൊട്ടലും. ഇന്നത്തെ എൻ്റെ ഒരു ഇത് ഞാൻ ഇട്ടില്ലേ നേരത്തെ, അത് അതിനെ പറ്റിയിട്ടായിരുന്നു. അത് എന്ത് പറ്റും എന്ന് വെച്ചാൽ അത് ആ നാട്ടിൻ്റെ ആ മണ്ണിൻ്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരില്ലേ, അവർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കും. അവരുടെ രീതികൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് പെരുമ്പറ കൊട്ടുന്ന പോലത്തെ സൗണ്ടൊന്നും അവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ദേ വിൽ സ്റ്റാർട്ട് റിവോൾട്ടിങ് അഗൻസ്റ്റ് ദീസ് പീപ്പിൾ. ഈ മൈഗ്രൻസ് എന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ത്യക്കാർക്കും അവിടെ സ്വസ്ഥതയോടുകൂടി താമസിച്ചിരുന്ന ഇന്ത്യക്കാർക്കും കുഴപ്പങ്ങൾ വരും, അവർക്ക് തിരിച്ചു പോരേണ്ടി വരും അല്ലേ നാട്ടിലേക്ക്. ആ ഒരു കാര്യത്തിൽ നമുക്ക് നാടാണ് നല്ലത്, നമുക്ക് നാട്ടിൽ എന്തെങ്കിലും വേണം എന്ന് വിചാരിക്കും. പിന്നെ ഒരു കാര്യം, എപ്പോഴും പ്രവാസികളായിട്ടിരുന്നിട്ടുള്ള ആളുകൾക്ക്, ഞാനൊക്കെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് എന്നെ പറിച്ച് നട്ടാൽ ഞാൻ എവിടെ വേണമെങ്കിലും 4 കാലിൽ വീഴുന്ന ഒരു ഫിലൈൻ ട്രേറ്റ്സ് എനിക്കുള്ളതുകൊണ്ട്, പിന്നെ സ്ത്രീകൾ കറക്റ്റായിട്ട് വീഴുകയാണെങ്കിൽ മറ്റുള്ളവരെയും ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ പറ്റും. അതായത് എൻ്റെ ഹസ്ബൻഡിനെയും മോളെയൊക്കെ ഇപ്പോൾ ഞാൻ പോയിരിക്കുന്നിടത്ത് അവർ അഡ്ജസ്റ്റ് ആകുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം കാണില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ എൻവിറോൺമെൻറ്റ് അവിടെ ഉണ്ടാക്കാനും ഞാൻ ശ്രമിക്കരുത്. ഇവിടുത്തെ കാര്യം ഞാൻ അവിടെ ചെന്ന് അയ്യോ ഞാൻ ഗൾഫിലായിരുന്നപ്പോഴേ എനിക്കിതേ അതും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൽ രണ്ടിൽ ചേച്ചി ഏതാ പ്രിഫർ ചെയ്യണമെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരുപാട് പണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വീട് ഞാൻ ദുബായിലും വാങ്ങിച്ചു വെച്ചേനെ. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ എല്ലാം ദുബായ് അബുദാബി വഴിയാണ് നമ്മുടെ, അല്ലെങ്കിൽ ബോംബെ ഡൽഹിയൊക്കെ പോകണം. അവിടെ നമുക്ക് വീട് വാങ്ങിക്കുന്ന അതേ എമൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ വാങ്ങിച്ചു വയ്ക്കാം കേട്ടോ. എൻ്റെ ആഗ്രഹമാണ് കേട്ടോ. പക്ഷെ അത് ഇനിയിപ്പം ഇത്രയും പ്രായമായതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യില്ലായിരിക്കും. യങ്സ്റ്റേഴ്സിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ ആൻഡ് ഡു ഇറ്റ്. ബട്ട് വേരുകൾ മറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പണ്ട് പാസ്പോർട്ടൊന്നും ഇല്ലാതിരുന്ന സമയം ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാമെന്ന്. ഇപ്പം അങ്ങനെയല്ലല്ലോ, എല്ലാവരും വേലി കെട്ടി തിരിച്ചില്ലേ, ഇതെൻ്റെ രാജ്യം, ഇത് നിൻ്റെ രാജ്യം, നീ ഇങ്ങോട്ട് വരണമെങ്കിൽ എൻ്റെ അനുവാദം വേണം, എൻ്റെ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണമെന്നുണ്ടല്ലോ. സോ അതെല്ലാം വന്നതുകൊണ്ട് നമുക്കും ഒരു രാജ്യം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, എനിക്ക് ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജീവിതമാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ചൂസ് ഓൺലി കേരള. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെന്നൈ. കാരണം ചെന്നൈ എന്തുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, കേരളത്തിൽ ഞാൻ ജീവിച്ച അത്രയും തന്നെ നാളുകൾ ഞാൻ ചെന്നൈയിലും ജീവിച്ചിട്ടുണ്ട്. എനിക്ക് 25 വയസ്സായപ്പോഴേക്കും ഞാൻ ചെന്നൈയിലേക്ക് പോയതല്ലേ. പിന്നീട് 25 വർഷം അവിടെ ജീവിച്ചതിന് ശേഷമാണ് ഞാനിവിടെ എല്ലാം ഒരു പെട്ടെന്നൊരു എന്താ പറയുക, ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ അല്ലേ, അങ്ങനെ ഞാൻ വന്നു ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. എൻ്റെ ജോലിയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നൗ ഐ എം ഡൂയിങ് ദിസ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് സോഷ്യൽ സർവീസ് വിച്ച് ഐ എം ഡൂയിങ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഞാൻ ആരുടെയും സമയം കളയാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ മൂലയ്ക്ക് കാണിച്ച്, എൻ്റെ വീടിൻ്റെ ഇവിടെ കാണിച്ച്, ഇത് കണ്ടോ ഞാൻ ഇത് വാങ്ങിച്ചു, ഇതല്ലല്ലോ എൻ്റെ പോഡ്കാസ്റ്റ്. മൈ പോഡ്കാസ്റ്റ് ഇസ് മൈ ടങ്. വാട്ട് എവർ ഐ എം ടോക്കിംഗ് ഓൺലി യു ആർ ലിസ്ണിങ് ടു. അപ്പം നിങ്ങളുടെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും വർക്ക് ആകുന്നുണ്ട്. യു വിൽ ബി തിങ്കിങ് ഓ ചേച്ചി ഇതായിരിക്കും അല്ലേ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റില്ല ഇന്ത്യ ആണോ നല്ലത് ദുബായ് ആണോ നല്ലതെന്ന്. ഒരുപാട് പണമുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ജീവിക്കാൻ സുഖമാണ്. പിന്നെ അവിടെ നമ്മൾ അഡാപ്റ്റ് ആവണമെന്ന് മാത്രം. അവരുടെ രീതികളോട് നമ്മൾ കുറച്ച് അഡാപ്റ്റ് ആകണം. അല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ എന്ത് കൊണ്ടുവരുന്നു അത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് നമ്മൾ സന്തോഷം. അതായത് ഇപ്പം അമ്പലങ്ങൾ ഉണ്ടാക്കുന്നതും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്കെന്തോ, ഇവിടെ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട് ബാബ്സ് ഹിന്ദു മന്ദിർ എന്ന് പറഞ്ഞിട്ട്. അവിടെ പൂജകളൊന്നും ഇല്ല. അത് അവരങ്ങനത്തെ ടൈപ്പാണ്. ആ ബാബ്സ് ഹിന്ദു മന്ദിറിൻ്റെ ഇത് തന്നെ സ്വഭാവം തന്നെ ഇങ്ങനെ പൂജകൾ ചെയ്യുന്നതൊന്നുമല്ല. വെറുതെ ഇങ്ങനെ ഐഡൽസിന് അഭിഷേകം ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പൂജകൾ വേണം അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകണം എന്നൊക്കെ ഉള്ള എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് വി ഹാവ് ടു ഗോ ബാക്ക് ടു ഇന്ത്യ ഓൺലി അല്ലേ. ഇവിടെ അതും ഇന്ത്യയിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയാലും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് സൗത്ത് ഇന്ത്യ തന്നെ വേണം. ചെന്നൈ ആൻഡ് ബാംഗ്ലൂർ ഓർ
എന്താ പറയുക, കൊച്ചിൻ അല്ലെങ്കിൽ ആ ഏരിയകൾ അവിടെയൊക്കെയാണ്, അതായത് കേരളം. അതാണ് എൻ്റെ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. പിന്നെ അവിടെയും ഈ ടൗൺസാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഓരോ ടൗണിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഇനി നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഫെച്ച് ചെയ്ത് കൊണ്ടുവരണ്ടല്ലോ, മരുന്ന്, പിന്നെ വസ്ത്രം വാങ്ങിക്കാൻ, പിന്നെ ഈ പറഞ്ഞ പോലെ ഡേ ടു ഡേ തിങ്സ് എല്ലാം വാങ്ങിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല ഒരു ഏരിയയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ചിലർ വിചാരിക്കണ്ടോ എന്താ ഇപ്പോൾ ദുബായിൽ ജോലി ഉണ്ടെങ്കിൽ അങ്ങ് പ്രായം ആവുന്നവരെ ഇങ്ങനെ നിന്നാൽ മതി, അങ്ങനെയുള്ളവരും ഉണ്ടാകും. എൻ്റെ ഒരു അമ്മാവൻ സൗദി അറേബ്യയിൽ ഹി വാസ് വർക്കിംഗ് ടിൽ 75. അവിടെയൊന്നും അങ്ങനെ റിട്ടയർമെൻറ്റ് ഏജ് ഒന്നുമില്ല, അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു അറബ് പ്ലാന്റ്, എന്താ വാട്ടർ പ്ലാന്റിലോ അങ്ങാണ്ട് ഒരു അറബ് കമ്പനിയിൽ. സോ അദ്ദേഹം അത്ര നാൾ വർക്ക് ചെയ്തു, പിന്നെ നാട്ടിൽ വന്ന് പിന്നെയും ജീവിച്ചു 90 വയസ്സ് വരെ. അവരുടെ ഞാറയ്ക്കൽ അമ്മയുടെ ആങ്ങള, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഫ്രീ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയാണ് ഫ്രീ ആകാൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ലിവ് ഹിയർ ഇൻ ദുബായ് ഫോർ എവർ. അതുകൊണ്ടൊരു കുഴപ്പമില്ല, ആരും നിങ്ങളെ ഓടിച്ചു വിടാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ ഭരണാധികാരികൾ അതിപ്പോൾ മാറ്റാനൊന്നും പോകുന്നില്ല കേട്ടോ. എല്ലാവരും പറയും അയ്യോ ഇവിടെ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിയാവോ. ഇവിടെ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഡെവലപ്മെൻറ്റ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാരണം, പുതിയ പ്രോജക്ട്സ് വരുന്ന കാരണം ഇവിടെ ഇവർക്ക് കടലിലേക്ക് എത്ര വേണമെങ്കിലും, അവരുടെ രാജ്യവും അവരുടെ കടൽ ഏരിയയുമാണല്ലോ, സോ ദേ ആർ ഡൂയിങ് ഇറ്റ്. അപ്പോൾ അവരുടെ നിയമം അനുസരിച്ച് പുതിയ ഡെവലപ്മെൻറ്റ്സ് വരുന്നത് കാരണം ചിലപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് പുതിയ ബിൽഡിങ്സ് വാങ്ങിക്കാനാണ് ഇഷ്ടമല്ലോ, ആ സമയത്ത് ചിലപ്പോൾ ഇത് വിൽക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം എന്നൊരു അവലോകനം ഞാൻ വായിച്ചു. അത് ഒരു കണക്കിന് ശരിയുമാണ്, പക്ഷേ റെൻറ്റ് ഭയങ്കരമാണ് ഇവിടെ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2.5 കോടിയുടെ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഡൽഹിയിലോ ബോംബെയിലോ വാങ്ങിക്കുകയാണെങ്കിൽ വി മൈറ്റ് ഗെറ്റ് 50,000 ഓർ ഡൽഹിയിൽ ബോംബെയിൽ പിന്നെയും കിട്ടും, എന്നാലും ഒരു 1 lakhനുള്ളിലായിരിക്കും മാക്സിമം കിട്ടുന്നത്. അത്ര തന്നെ കിട്ടുന്നതുണ്ടോ എന്നറിയില്ല. അത് കിട്ടാൻ അത്ര തന്നെ ഭയങ്കര ഹൈ എൻഡ് ആയിരിക്കണം. 2.5 കോടിക്കൊന്നും മേടിക്കുന്നതിന് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ 2.5 കോടി നിങ്ങൾ ഒരു, അപ്പോൾ അവിടെ 2 BHKയും 3 BHKയും കിട്ടും, ഇവിടെ 1 BHK കിട്ടുള്ളൂ ആ പണത്തിന്. പക്ഷെ അതിന് 1.5 ലക്ഷത്തോളം വാടകയും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് മാറാതിരിക്കാം എനിക്കറിയില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസും എൻവിറോൺമെൻറ്റും ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫ്യൂച്ചറിൽ ഇങ്ങനെയാകാം അങ്ങനെയാകാം എന്ന് പറഞ്ഞ് വരുന്നവരോട് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഒരാൾ എന്നോട് ചോദിച്ചു, അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടൊരു ലോങ് വീഡിയോ ആയിരിക്കും. കാരണം നമുക്ക് ഇത്രയും ആൻസേഴ്സ്, ഇത്രയും അവലോകനവും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോയിലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീഡിയോ ഇടാം, ഇന്ന് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്ന് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ വേറൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ആ കൺട്രിയുടെ ആ ഒരു നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇപ്പോൾ തന്നെ ഞാൻ സാരി കൊടുത്ത് അധികം പുറത്ത് പോകാറില്ല ഇവിടെ, എന്നാലും ഇവിടെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഒരു എത്തനിക് വെയറൊക്കെ ഓക്കെയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് അവർ ദേ ഡോണ്ട് വെൽക്കം ദാറ്റ്. അപ്പോൾ എവിടേക്കാണ് അത് വെൽക്കം ചെയ്യുക? ഇപ്പോൾ ഒരു മലയാള സിനിമ കാണാൻ പോകണമെങ്കിൽ ഞാനിങ്ങനെ പോകും, കാരണം അത് ആൾക്കാരായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. ദേ നോ ദിസ് ഇസ് ആർ. ഇപ്പോൾ കുറേ ആളുകൾക്ക് ഇത് അറിയാം കേട്ടോ. ചില സമയങ്ങളിലൊക്കെ ഞാൻ ഇതിട്ടിട്ട് ഇങ്ങനെ പോവാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, choosing a country should be like നമ്മുടെ കംഫർട്ട് സോൺ, നമ്മൾ എങ്ങനെയായിരിക്കും കംഫർട്ടബിൾ ആകുന്നതെന്നനുസരിച്ചായിരിക്കും. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഈ മാസങ്ങളിലൊക്കെ ഭയങ്കര ചൂടാണ്. ആ സമയത്താണ് ഇവിടെ ലീവ് കൊടുക്കുന്നത്. അപ്പം പണമുള്ളവരാണെങ്കിൽ ദേ ക്യാൻ ഗോ ടു ഇംഗ്ലണ്ട്, ദേ ക്യാൻ ഗോ ടു അമേരിക്ക, സ്ഥലം കണ്ടിട്ട് വരാനായിട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ അറബ്സൊക്കെ അങ്ങനെ അവിടെയും വീടുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട്. ഞാനിപ്പം UK പോയപ്പോൾ എൻ്റെ കസിൻ്റെ ആ ഒരു ലിവിങ് പ്ലേസിൽ കുറേ പേര് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദേ വിൽ വിസിറ്റ് ഓൺലി ഫോർ ദിസ് 3 months എന്ന്. പിന്നെ ബാക്കിയുള്ള മാസങ്ങൾ അത് മൂടി വെച്ചിരിക്കുകയായിരിക്കും എന്ന്. ബാക്കി വർഷത്തിൽ പിന്നെ അവർ മഞ്ഞ് കാണാൻ വരും ഡിസംബറിൽ വെക്കേഷന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, അങ്ങനെയൊക്കെ. സോ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നവർക്ക് ദേ ക്യാൻ ചൂസ്. അതിന് നമ്മൾ ഇന്ന സ്ഥലം എന്നേ ഇല്ല, എവിടെ വേണമെങ്കിലും ജീവിക്കാം അവർക്കല്ല, അല്ലേ?
മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യം അല്ല, അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജോലി ചെയ്തിട്ട് സമ്പാദിച്ച് ഇത്ര നമ്മൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ വീട്ടുകാർ, ജ്യേഷ്ഠനുജന്മാരുടെ കൂടെ എല്ലാം കഴിയണമെന്ന് വിചാരിക്കുന്നവർ, അവർക്കൊക്കെ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും അവരെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോകും. ഇപ്പോഴത്തെ കാലത്ത് ജ്യേഷ്ഠനുജന്മാരൊക്കെ ഒന്നിച്ച് കഴിയുന്ന സ്ഥലങ്ങളേ ഇല്ല. എല്ലാവരും ഒരാൾ ഇവിടെയാണെങ്കിൽ ഒരാൾ ലണ്ടനിൽ, ഒരാൾ അമേരിക്കയിൽ, അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കഴിയുന്നതും ഉണ്ടാവില്ല. അപ്പോൾ യു ക്യാൻ ചൂസ് എ മിഡിൽ പാത്ത് എന്നാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് യുവർ കംഫർട്ട് സോൺ ഷുഡ് ബി ചോസൺ ബൈ യുവർ സെൽഫ്. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ ദുബായ് അല്ലെങ്കിൽ അബുദാബി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ ആളുകൾ ഇത് കേൾക്കുന്നവർക്ക് ഇച്ചിരി പ്രയാസങ്ങളായിട്ടുള്ളവർക്ക് പറയും, ഓ എന്ത് അടിപൊളി, അവരെന്താണ് ഈ പറയുന്നത്, അതൊക്കെ കേട്ട് പോകല്ലേ എന്ന് പറഞ്ഞോളി ആൾക്കാർ. എത്ര വന്നാലും ഇവിടെ ഒരു സുരക്ഷിതത്വവും ഭക്ഷ്യ സുരക്ഷിതത്വവും ഒക്കെ നമ്പർ 1 ആണ്. ഞാൻ ഇത്രയും കാലം പിന്നെ ഇവിടെ ഉള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാലേ, നമ്മൾ ഈ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ വ്യാധികൾക്കൊക്കെ ഭയങ്കര സുഖമാണ്. നല്ല സുഖമായിട്ടുള്ള ചികിത്സ കിട്ടും. ഞാൻ അനീമിക്കായിരുന്നപ്പോഴേ നല്ല സുന്ദരമായിരുന്നു എൻ്റെ ചികിത്സാ രീതികളൊക്കെ. പെട്ടെന്ന് അങ്ങ് പോവുക, കാർഡ് കൊടുക്കുക, അവർ നമ്മളെ കൊണ്ടുപോയി വളരെ ചുരുങ്ങിയ ഒരു പൈസ കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഇൻഷുറൻസിൽ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഹോസ്പിറ്റലും. പക്ഷേ നമുക്ക് വലിയ വലിയ രോഗങ്ങളൊക്കെ വന്നാൽ നാട്ടിൽ പോകണം എന്നാണ് എല്ലാവരും പറയുന്നത്. ബിക്കോസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബിസിനസ് മേഖലയാണ്. ദേ ഹാവ് ടൈപ്സ് വിത്ത് വേരിയസ് ഹോസ്പിറ്റൽസ്. അപ്പോൾ അവിടുത്തെ രീതികളും അതൊന്നും നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് ഇത് ചെറിയ രോഗങ്ങൾക്കും ചെറിയ മരുന്നുകൾക്കും ഈ പറഞ്ഞ പോലെ മരുന്ന് കുറിച്ച് തന്നിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നല്ല സുഖമാണ് ഇവിടെ. അത്ര എനിക്ക് എൻ്റെ അഭിപ്രായവും ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക പേഴ്സ്പെക്റ്റീവാണ് കേട്ടോ ഇത്. യു ക്യാൻ ഡീവിയേറ്റ് ഫ്രം യു ക്യാൻ live in another form. You can deviate from my opinion also. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരും എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ വയസ്സിനുള്ളവരുടെയൊക്കെ അഭിപ്രായമൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. കാരണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചിട്ട് ചില സമയങ്ങളിൽ അത് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ വാടക എപ്പോഴും കൂടി നിൽക്കും. വിൽക്കാൻ നേരത്തുള്ള ഈ ഒരു ഇത് അതെന്തുകൊണ്ടാണ് ആ റിയൽ എസ്റ്റേറ്റ് അങ്ങനെ വരണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെയാണ്. പിന്നെ അമേരിക്കയിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അമേരിക്കയിലും പോയി ഗ്രീൻ കാർഡ് ഹോൾഡറൊക്കെ ആയിട്ടും അവിടെ താമസിച്ചിട്ടും എന്നിട്ടും ആൾക്കാർക്ക് കുറേ പ്രോബ്ലംസ് വരുന്നതൊക്കെ അപ്പോൾ നമ്മൾ കാണുന്നില്ലേ. സോ ജസ്റ്റ് വി ഡോണ്ട് ഹാവ് ടു തിങ്ക് ടു മച്ച് അബൌട്ട് ഇറ്റ്. നമ്മൾ ഓവർ തിങ്കിങ് ചെയ്താൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ ദുബായ് ഒരു പർദീസ് തന്നെയാണ്. കാണുമ്പോൾ നമ്മൾ വന്ന് കാണുന്നവർക്ക് എന്തൊരു നഗരം, എല്ലാം ഉണ്ട് എന്നങ്ങനെ തോന്നും അല്ലേ. പണം പേഴ്സിനകത്ത് നിറച്ചുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യുക. അല്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉള്ളവർ, ലിമിറ്റഡ് ഇൻ ദ സെൻസ് ജീവിക്കാൻ നല്ല സുഖമായിട്ട് എന്ന് മാത്രമുള്ളവർ ഇവിടെ വന്ന് വെറുതെ ഇരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ പോവുക, അടിച്ചു പൊളിച്ച് ജീവിക്കാം അല്ലേ. ആ എൻവിറോൺമെൻറ്റും നമുക്ക് സൂട്ടബിളാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ അമ്പലം നൊസ്റ്റാൾജിയ, പള്ളി നൊസ്റ്റാൾജിയ, പിന്നെ പെരുന്നാൾ നൊസ്റ്റാൾജിയ ഒക്കെ അവിടെ ആയിരിക്കും. ഇവിടെ പിന്നെ പെരുന്നാൾ ഇവിടെ നല്ല ഉഗ്രനാട്ടോ, കാരണം ഇത് മുസ്ലിം കൺട്രി ആയതുകൊണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് കുറച്ച് ഇത് തോന്നും, ലൈക്ക് ബാക്കിയുള്ള ആളുകൾക്ക് കമ്മ്യൂണിറ്റി വൈസ് ഉള്ള ഫെസ്റ്റിവൽസൊക്കെ അതൊക്കെ ഒരു ഇച്ചിരി നമ്മളുണ്ടാക്കുന്ന സന്തോഷങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദുബായ്, അബുദാബി അല്ലെങ്കിൽ GCC കൺട്രീസൊക്കെ നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ നല്ലതാണ്. പൈസ വരുമ്പോൾ ഓക്കെ, നിന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ട് ഇവിടെ ജീവിക്കാനാണെങ്കിൽ നല്ല കനത്ത പണം തന്നെ വേണം. പിന്നെ വീട് മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് നമുക്ക് ഒരു പക്ഷേ നാളെ നമുക്കതൊരു റിട്ടയർമെൻറ്റ് പെൻഷൻ പോലെ നമുക്ക് നാട്ടിൽ കിട്ടുകയാണെങ്കിൽ നല്ല എമൗണ്ട് അല്ലേ. 2 ലക്ഷം രൂപയൊക്കെ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കും. സോ നമ്മൾ നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലുള്ള വീട്ടിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെയും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. ഐ ഡോണ്ട് തിങ്ക്, എല്ലാവരും പറയും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഇവിടുന്ന് ഓടാൻ പറയും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊന്നും അങ്ങനെ വിചാരിക്കേണ്ട. ബിക്കോസ് ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് അല്ലേ. അവർ നമുക്ക് എണ്ണ തരുന്നുണ്ട്, നമുക്ക് ഓയിൽ തരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാര കരാറൊക്കെ ഇല്ലേ. ഗോൾഡ് തരുന്നുണ്ട്. അമേരിക്കയിൽ അവിടെ നിന്ന് ഗോൾഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ഭയങ്കര ട്രേഡിംഗ് ആണ് ഗോൾഡിൻ്റെ, ഇതൊക്കെ ഇല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അത്രയും കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ ആൾ എവിടെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നത്, 2 സ്ഥലത്തായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു
ഒത്തിരി ഐ ഡോണ്ട് തിങ്ക് ഇപ്പം നമ്മൾ ഒരു കേരളത്തിലൊരു വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ നമ്മൾ ആ എൻവിറോൺമെൻറ്റുമായിട്ട് സെറ്റപ്പ് ആണ്. ഞാൻ നേരത്തെ എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ. പിന്നെ യാത്രകൾ പോകാൻ വേണ്ടിയിട്ട് ഒരു ഇടനിലയായിട്ട് ദുബായ് സ്വീകരിക്കാം എന്നല്ലാതെ സ്ഥിരമായിട്ട് കുറച്ചാൾ ഇവിടെ കുറച്ചാൾ അവിടെ, അത് പ്രായോഗികമാണോ? നമ്മുടെ പ്രായമായി കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടമാവുമോ? ഇഷ്ടമാകുന്നവരാണ് യെസ് നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നാണെങ്കിൽ ഇപ്പോൾ ഡു ഇറ്റ്. വാട്ട് എവർ യു ഫീൽ പ്ലീസ് ഡു ഇറ്റ്. എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചു, ചേച്ചി അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, മേടിച്ച് വെക്കും. പക്ഷെ അത് എനിക്കിപ്പോൾ അവിടെ വാടക കിട്ടുമല്ലോ, പെൻഷൻ ഇല്ലാത്തതുകൊണ്ട്, അങ്ങനെയാണെന്നെങ്കിൽ ഞാൻ മേടിച്ച് വെച്ചേനെ. പക്ഷെ ഞങ്ങൾ വന്ന സമയം കുറച്ച് ലേറ്റായിപ്പോയി. ഇനി അത്രയും വലിയ ഭീമമായ ലോണൊക്കെ എടുത്ത് മേടിക്കാനുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല. എൻ്റെ മകൾ വാങ്ങിക്കുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, വന്നിട്ട് പോവാമല്ലോ. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ട് ഇങ്ങനെ ട്രാൻസിറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ ഒരുപാട് പൈസ ഉള്ളവരാണെങ്കിൽ ഡു ഇറ്റ്. ബിക്കോസ് ഇവിടെ മൂടി വെച്ചാലും നോക്കാനൊക്കെ ഇഷ്ടംപോലെ കമ്പനീസൊക്കെ ഉണ്ടല്ലോ, നാട്ടിലെ പോലെയല്ലല്ലോ. എന്നാലും ഒരു 60 വയസ്സിന് ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്ന് കുറച്ചാൾ ഇരുന്നിട്ട് അവിടെ പോകാമെന്നൊക്കെ പറയുമ്പോൾ അത് എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ ഫൈൻ, ലെറ്റ് us ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കോളൂ. എൻജോയ് ചെയ്യാത്തവർക്കാണെങ്കിൽ, എന്നെപ്പോലുള്ള ഒരാളാണെങ്കിൽ ഐ വിൽ പ്രിഫർ സൗത്ത് ഇന്ത്യ ടു സെറ്റിൽ ഡൗൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഇനി നാളെ വരാം കേട്ടോ. ബൈ, താങ്ക് യു. അതെ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയണം എന്ന്, കാരണം ചെയ്യണില്ല ഇപ്പോൾ ആൾക്കാർ. കുറേ നാളെ ഇപ്പോൾ ഒരേ ഇതിൽ നിൽക്കുകയാണ്, അനക്കമേ ഇല്ല. മേ ബി ഞാൻ അന്ന് കുറേ ലീവ് എടുത്തോണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇനി കുറച്ച് എല്ലാവരും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, എണ്ണം കൂട്ടണം, ലൈക്സ് ചെയ്യണം. അതാ പറഞ്ഞത്, ലൈക്ക് ചെയ്താലാണ് ഇതിന് കൂടുതൽ ഓട്ടം ഉണ്ടാവുള്ളൂ വീഡിയോയ്ക്ക്. ശരി കേട്ടോ.